ഹായ് ഗൈസ്, ഐ എം അലീന. ഇതെൻ്റെ പുതിയ ചാനലാണ്. ഞാനിപ്പോൾ തുടങ്ങിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മാക്സിമം പോയ ഒരു 1 വീക്ക് ആയിട്ടുണ്ടാവുള്ളൂ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. സോ ഞാൻ വിചാരിച്ചു, ഞാനിവിടെ കാനഡയിലാണ് താമസിക്കുന്നത്. ഓൾമോസ്റ്റ് 5 ഇയേഴ്സ് ആകാൻ പോകുന്നു. 4.5 ആയി, ബട്ട് ഓൾമോസ്റ്റ് 5 ഇയേഴ്സ് ആകാൻ പോകുന്നു. സോ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളൊരു രാജ്യത്ത് നിന്ന്, ഇപ്പം ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ പാരൻസ്, നമ്മുടെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ് ആരും കൂടെ ഇല്ലാതെയാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. സോ അപ്പോൾ തന്നെ നമുക്കറിയാം അത് അത്രയും ഈസി അല്ല. പിന്നെ ഒരു ഫ്രണ്ട്ലി ആകാത്ത അല്ലെങ്കിൽ അത്രയും സോഷ്യൽ അല്ലാത്ത ഒരാൾക്കാണെങ്കിൽ ഭയങ്കര, അതായത് നമ്മൾ ഒറ്റയ്ക്ക് നടക്കുന്നത് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എനിക്കത് ഇഷ്ടമാണ്. എനിക്ക് കൂടുതൽ സമയം പീസായിട്ട് എനിക്കിരിക്കാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് ഞാൻ ഈ 4.5 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ വീട്ടിലിരിക്കുന്നു, എൻ്റെ ഡ്യൂട്ടീസ് ചെയ്യുന്നു, ഞാൻ ഒറ്റയ്ക്ക് ഔട്ടിങ്ങിന് പോകുന്നു, ഒറ്റയ്ക്ക് ഡേറ്റിങ്ങിന് പോകുന്നു, ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകുന്നു, എന്തുകൊണ്ട് ഇതൊരു കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ ആയിക്കൂടാ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ വന്നത്. സോ ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഒരു 2 വീക്സ് നോട്ട് 2 വീക്സ്, ഓൺലി ഒരു 1 വീക്കായിട്ട് ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എന്നെ അറിയാത്തവർക്കായിട്ട് എൻ്റെ ചാനലിൽ ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് ആകെപ്പാടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, ഓൺലി 3 ഓഫ് ദം. സോ ഐ എം മേക്കിംഗ് ദിസ് വീഡിയോ ഫോർ ദം. സോ ബിക്കോസ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ആരോടും പറഞ്ഞിട്ടില്ല. ലൈക്ക് എൻ്റെ പാരൻസിനോട് ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ സിബ്ലിങ്സിനോട് ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ജനുവനായിട്ട് എൻ്റെ വീഡിയോ കണ്ട് എന്നെ അറിയാത്ത ആളുകൾ ഇതിലേക്ക് വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ പാരൻസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം പിന്നെ അവർ എനിക്ക് വ്യൂസ് തരും. ദാറ്റ് ഈസ് ഗുഡ്. ഓക്കെ, ബട്ട് എനിവേ, ഞാനൊരു ലിവിങ് എലോൺ ആണ്. ഓക്കെ, സോ ലിവിങ് എലോൺ ഡയറീസ് പോലെ എൻ്റെ കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ ഡെയിലി ചെയ്യുന്നു എന്ന് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഞാനുള്ളത് കാനഡയിൽ സിഡ്നി നോവാ സ്കോഷ്യ എന്നൊരു സ്ഥലത്താണുള്ളത്. ഇവിടെ ഭയങ്കരമായിട്ട് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഇല്ല, നമുക്ക് അധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. സോ ഇതെന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഒന്നിൽ ആളുകൾ, ഭയങ്കര സോഷ്യലായിട്ടുള്ള ആളുകൾ അവരവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. ബട്ട് എൻ്റെ കേസിൽ ഞാൻ കൂടുതലും എൻ്റെ ഈ റൂമിൽ ദാറ്റ് കൗച്ച്, റൈറ്റ്, യു ക്യാൻ സീ ദാറ്റ് കൗച്ച്, ബിക്കോസ് എനിക്കിപ്പോൾ ട്രൈപോഡ് ഒന്നുമില്ല. കാരണം എനിക്കറിയില്ലല്ലോ, ഞാനതൊന്നും വാങ്ങിച്ച് വെറുതെ എല്ലായിടത്തും കൊണ്ട് നടക്കുന്ന ഒരാളുമല്ല. ഞാൻ ഷയ്യുമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റേതായ ചില കാര്യങ്ങൾ ഞാൻ കാണുമ്പോൾ അത് ചെയ്യുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാറുണ്ട്. സോ ഐ തോട്ട് വൈ ഷുഡ് ഐ ലൈക്ക് എനിക്കുള്ളത് ഞാൻ എന്തുകൊണ്ട് കുറച്ച് ആളുകളടുത്ത് കാണിച്ചുകൂടാ. മേ ബി അത് ഇന്ന് ചിലപ്പം അതാർക്കും തോന്നിയിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യുന്നത് പോലെ എന്തുകൊണ്ട് യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ളതാണ്. എൻ്റെ മദർ എപ്പോഴും എന്നോട് ചോദിക്കും, നിനക്ക് എന്തുകൊണ്ട് നിനക്കത് ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തുകൂടെ എല്ലാവരെ പോലെ. അപ്പം ഞാൻ പറയും, എനിക്കതിനുള്ള കഴിവില്ല. അപ്പോൾ എനിവേ, അങ്ങനെ ഞാൻ ഇവിടെ നടക്കുന്ന, അതായത് എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, എൻ്റെ ചുറ്റും കാനഡയിൽ നടക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ചുറ്റും നടക്കുന്ന ഫൺ അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്, ഞാൻ എന്തൊക്കെ ചെയ്യും എന്നൊക്കെ എനിക്ക് എൻ്റെ വ്യൂവേഴ്സിനെ കാണിക്കാൻ എനിക്കിഷ്ടമുണ്ട്. സോ എനിവേ, ഇപ്പോൾ എൻ്റെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ ആൻഡ് സീ മൈ വീഡിയോസ്. എനിക്ക് ഒരു ഗാഡ്ജറ്റ്സും ഇല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു രീതിയിലുള്ള ഗാഡ്ജറ്റ്സും ഒന്നും ഞാൻ എടുത്തിട്ടില്ല. സോ എനിക്ക് ഒരു ട്രൈപോഡ് ഇല്ല, ഒരു റിംഗ് ലൈറ്റ് ഇല്ല. എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ പോലും അത്രയും നല്ലതല്ല. ഇത് സാംസങ് S23 ആണ്. സോ അതിൻ്റെ ക്യാമറ ക്വാളിറ്റിയും നല്ലതല്ല. ബട്ട് എനിവേ, ഞാൻ ഇത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ കറൻ്റ്ലി എനിക്കൊരു 3 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. ഐ ഡോണ്ട് നോ ഹൂ ആർ ദേ, ബട്ട് ഐ എം സോ താങ്ക്ഫുൾ. ബിക്കോസ് എൻ്റെ ബിഗിനിങ്ങിൽ എനിക്ക് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് മീൻസ് ദാറ്റ്സ് ഐ എം താങ്ക്ഫുൾ യു ഗൈസ്. ഐ ഡോണ്ട് നോ ഹൂ ആർ ദേ, the 3 of them. So I hope if you like anything or if you want to know anything, if you are interested to know what's going on over here, how like എത്ര പോസിബിൾ ആണ് നമുക്കൊരു ജോലി കിട്ടാൻ ഇവിടെ, അല്ലെങ്കിൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, ഇതൊക്കെ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യും, ഈ ഒരു സമയത്ത് എന്തൊക്കെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യും, ഇതൊക്കെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഗൈസ്, ഐ ഹോപ്പ് വൺസ് എനിക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസോ എൻ്റെ കണ്ടൻസോ ഇഷ്ടപ്പെടും. ബട്ട് ഇപ്പോൾ എനിക്കൊരു ലൈക്ക് ഒരു ട്രൈപോഡോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ തറയിലാണ് ഇരിക്കുന്നത്. കാരണം ലൈറ്റിംഗ് ഇവിടെ നിന്നാണ് വരുന്നത്. സോ ആ ലൈറ്റിംഗ് വരുന്നതിൻ്റെ അടിയിൽ ഞാൻ വന്നിരിക്കുവാണ്. സോ ഐ ഹോപ്പ് അതൊക്കെ പോരായ്മകളൊക്കെ നിങ്ങൾക്കത് മനസ്സിലാക്കിയിട്ട് നിങ്ങളിതിനെ എൻ്റെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. This is the small introduction or intro to my channel, because നിങ്ങൾക്ക് എന്നെ അറിയണ്ടേ എന്ന് എനിക്ക് തോന്നി. കാരണം എൻ്റെ 3 സബ്സ്ക്രൈബേഴ്സിനെ എന്നെ അറിയണം എന്ന് എനിക്ക് തോന്നി. സോ ദാറ്റ്സ് വൈ ഞാനിത് ഒരു ഇൻട്രോ പോലെ പറഞ്ഞിടാം എന്ന് വിചാരിച്ചത്. എനിവേ, for more upcoming videos,
സോ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ചാനലിനെ പറ്റി പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 1 hour വെച്ചിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒരു 1 hour ഞാൻ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ 2 ജോലി ചെയ്യുന്നുണ്ട്. സോ എൻ്റെ രണ്ടാമത്തെ ജോലി കഴിഞ്ഞ് ഞാനിപ്പോൾ തിരിച്ചു വന്നതേ ഉള്ളൂ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല ലൈറ്റിംഗ് ഉണ്ട്. എന്തായാലും എൻ്റെ വീഡിയോസ് ഞാൻ കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ടു കേട്ടോ. ഷോർട്സ് ഒക്കെ ഇട്ടപ്പോൾ അതിന് അത്ര വലിയ വ്യൂസോ അല്ലെങ്കിൽ അതിൻ്റെ ക്ലാരിറ്റിയോ ഒന്നും നല്ലതല്ല. സോ അത് ഞാനങ്ങ് ഇടുവാണ്. കാരണം എനിക്കിത് പഠിക്കുന്ന ഒരു ടൈമും കൂടിയാണ്. എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ സൗണ്ട് എഫക്റ്റ് കൊടുക്കാൻ പറ്റും, എങ്ങനെ സ്റ്റിക്കേഴ്സ് വെക്കാൻ പറ്റും, എങ്ങനെ മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഞാൻ എൻ്റെ ജേർണിയിൽ പഠിക്കുവാണ്. ബിക്കോസ് എൻ്റെ ചുറ്റുപാടുമുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സോ ഒന്നും യൂട്യൂബ് ചാനലിനെ പറ്റി സ്റ്റാർട്ട് ചെയ്യുകയോ അവരൊരു ക്രിയേറ്ററോ ഒന്നുമല്ല. സോ എൻ്റെ സറൗണ്ടിങ്സിൽ ആരും ഇതിനെപ്പറ്റി വെൽ നോൺ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര ന്യൂ ആണ് എനിക്ക്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ലൈറ്റിംഗ് വരുന്നുണ്ട്. ഞാൻ 2-3 ഷോർട്സ് ഇട്ടു. ഷോർട്സ് ഇട്ടതിൽ റാൻഡമായിട്ട് എനിക്ക് ലൈക്സ് കിട്ടുന്നുണ്ട്. ചിലതിന് എനിക്ക് വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതായിട്ട് കിട്ടുന്നില്ല. സംടൈംസ് ചിലപ്പം ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് ഒരെണ്ണം മാത്രം 1.5K കിട്ടി. അതല്ലാതെ എല്ലാം 500, 300, 200, 30 അങ്ങനെയൊക്കെ എനിക്ക് കിട്ടുന്നത്. അപ്പം മാക്സിമം എനിക്കറിയാം എന്തുകൊണ്ട് എന്നുള്ളത് എനിക്കറിയാം. ബിക്കോസ് എനിക്ക് ഒട്ടും ലൈറ്റിംഗ് ഇല്ല. പിന്നെ ഡെഫിനറ്റ് ആയിട്ട് പിന്നെ ഞാൻ ലൈറ്റിംഗ് ഉള്ള സമയത്തൊക്കെ ഞാൻ മാക്സിമം ജോലി സ്ഥലത്തായിരിക്കും. അപ്പോൾ എനിക്ക് ആ ഒരു ലൈറ്റിംഗ് പോലും എനിക്ക് പ്രോപ്പറായിട്ട് ഇത് കിട്ടുന്നില്ല. അപ്പം ഞാൻ ഇന്ന് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല ലൈറ്റിംഗ് ഉണ്ട്, നല്ല വെയിലാട്ടോ പുറത്ത്. സമ്മർ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ, അതാണ് മറ്റൊരു വിശേഷം. സമ്മർ സ്റ്റാർട്ട് ചെയ്തു, അപ്പം ഭയങ്കര വെയിലുണ്ട്. അപ്പോൾ ആ ഒരു ലൈറ്റിംഗ് ആണ് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിൻഡോയുടെ അടിയിലാണ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. സോ സെക്കൻഡ് ജോലി കഴിഞ്ഞ് ഞാൻ അതിനെ പറ്റി അല്ലെങ്കിൽ ഇതെല്ലാം ഞാനിങ്ങനെ ലേൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ഒരു മാനിഫെസ്റ്റേഷൻ പോലെയാണ്. ഇന്ന് ഈ ഒരു 2026 ഞാൻ ഇത് എടുക്കും. ചിലപ്പോൾ ഒരു 2030 അന്ന് ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തേക്കാം. ആ ഒരു ടൈമിലാണെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അന്ന് എനിക്ക് ഉപകാരപ്പെടട്ടെ, ഞാൻ വിചാരിച്ച പോലെ ഒരു റീച്ച് എനിക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. എൻ്റെ ചാനലിൽ ഭയങ്കര ഇപ്പോൾ തംബ്നെയിൽ വെക്കുന്നത് എങ്ങനെയെന്നോ അല്ലെങ്കിൽ ഹുക്സ് ഇടുന്നതോ അല്ലെങ്കിൽ ആദ്യത്തെ 2 minutes നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ എങ്ങനെ പിടിച്ചിരുത്തണം എന്നോ ഇതൊന്നും എനിക്കറിയില്ല. ആൻഡ് ഈവൻ തംബ്നെയിൽ പോലും എനിക്കറിയില്ല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ ഇടാം. അപ്പം വീഡിയോയിലാണ് നമ്മൾ തംബ്നെയിൽ വെക്കുന്നത്. അപ്പോൾ എനിവേ ഞാൻ ഈ വീഡിയോയിൽ തംബ്നെയിൽ വെക്കാൻ പഠിക്കുവാണ്. സോ ഐ ഹോപ്പ് ഇതെൻ്റെ ഒരു ലേണിംഗ് പ്രോസസ്സാണ്. ഇതെൻ്റെ ഒരു ടൈമാണ്. എങ്ങനെ ഇത് എന്നുള്ളത് പഠിക്കുന്നത് എൻ്റെ ഒരു ടൈമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യാണ്. സോ ഐ ഹോപ്പ് it's gonna be good one day. So please subscribe, support, like my channel. Bye.